മഴ പെയ്യുമ്പോൾ എല്ലാവർക്കും തണുപ്പും ആശ്വാസവുമാണ്. പക്ഷേ പ്രമേഹ രോഗികളുടെ കാലുകൾക്ക് ഇത് അപകടകാലമാകാം. ചെറിയൊരു മുറിവ്, ചെറുതായി നനഞ്ഞ ചെരുപ്പ്, അറിയാതെ വലിയൊരു അണുബാധയിലേക്കും പോവാം. ഇന്ന് മഴക്കാലത്ത് ഡയബറ്റിക് ഫുഡ് സുരക്ഷിതമാക്കാൻ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം. പോയിന്റ് 1. കാലുകൾ നന്നായി സൂക്ഷിക്കുക. മഴവെള്ളത്തിൽ ഏറെ സമയം നടക്കരുത്. നനഞ്ഞ കാലുകളിൽ ഫംഗൽ ഇൻഫെക്ഷൻ, സ്കിൻ സോഫ്റ്റനിങ്, വുണ്ട് ഇൻഫെക്ഷൻ, മാസറേഷൻ എന്നിവ വേഗം വരാം. വീട്ടിലെത്തിയ ഉടൻ കാലുകൾ വൃത്തിയായി കഴുകി നന്നായി ഉണക്കണം. പോയിന്റ് 2. വിരലുകളുടെ ഇടയിൽ നന്നായി ഉണക്കണം. വിരലുകളുടെ ഇടയിൽ ഈർപ്പം നിൽക്കുന്നത് ഫംഗസ് വളരാൻ സഹായിക്കും. ഒരു സോഫ്റ്റ് ടവൽ ഉപയോഗിച്ച് വിരലുകളുടെ ഇടയിൽ നന്നായി ഉണക്കുക. പോയിന്റ് 3. നനഞ്ഞ ചെരുപ്പ് വീണ്ടും ഉപയോഗിക്കരുത്. നനഞ്ഞ ഷൂസ് അല്ലെങ്കിൽ സോക്സ് വീണ്ടും ധരിക്കരുത്. അതുകൊണ്ട് സ്കിൻ ബ്രേക്ക് ഡൗൺ, ഫംഗൽ ഇൻഫെക്ഷൻ, ബാഡ് സ്മെൽ, അൾസർ എന്നിവ വരാം. മഴക്കാലത്ത് എക്സ്ട്രാ സോക്സ് കയ്യിൽ കരുതുന്നത് നല്ലതാണ്. പോയിന്റ് 4. വീട്ടിനുള്ളിലും പുറത്തും ബെയർ ഫുട്ടായിട്ട് നടക്കരുത്. ന്യൂറോപ്പതി ഉള്ളവർക്ക് ചെറിയ മുള്ളോ കല്ലോ കുത്തിയാലും അറിയാതിരിക്കും. പോയിന്റ് 5. ദിവസവും കാലുകൾ പരിശോധിക്കുക. ചുവപ്പ്, പൊള്ളൽ, മുറിവ്, സ്കിൻ പീലിംഗ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ദിവസവും നോക്കണം. കാലുകളുടെ അടിവശം കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ഫാമിലി മെമ്പറിൻ്റെ സഹായം തേടൂ. പോയിന്റ് 6. ശരിയായ ഫുട്വെയർ ഉപയോഗിക്കുക. സ്ലിപ്പറി സ്ലിപ്പേഴ്സ് ഒഴിവാക്കുക. നനഞ്ഞ റബ്ബർ ഫുട്വെയർ ചിലപ്പോൾ ഫ്രിക്ഷൻ ഉണ്ടാക്കാം. പോയിന്റ് 7. ചെറിയ മുറിവും അവഗണിക്കരുത്. ഇത് ചെറിയ മുറിവല്ലേ എന്ന് കരുതി കാത്തിരിക്കരുത്. ഡയബറ്റീസ് ഉള്ളവരിൽ ചെറിയ മുറിവ് പോലും വേഗം ഇൻഫെക്ഷനാകാം. വേദന ഇല്ലെങ്കിലും അപകടമില്ല എന്നല്ല അർത്ഥം. മഴക്കാലത്ത് ചെറിയ ശ്രദ്ധ വലിയ അപകടങ്ങളിൽ നിന്നും കാലുകളെ രക്ഷിക്കും. ഓർക്കൂ, പ്രമേഹത്തിൽ കാലുകൾ സംരക്ഷിക്കുന്നത് ജീവിതം സംരക്ഷിക്കുന്ന തുല്യമാണ്. മഴ പെയ്യുമ്പോൾ എല്ലാവർക്കും തണുപ്പും ആശ്വാസവുമാണ്. പക്ഷേ പ്രമേഹ രോഗികളുടെ കാലുകൾക്ക് ഇത് അപകടകാലമാകാം. ചെറിയൊരു മുറിവ്, ചെറുതായി നനഞ്ഞ ചെരുപ്പ്, അറിയാതെ വലിയൊരു അണുബാധയിലേക്കും പോവാം. ഇന്ന് മഴക്കാലത്ത് ഡയബറ്റിക് ഫുഡ് സുരക്ഷിതമാക്കാൻ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം. പോയിന്റ് 1. കാലുകൾ നന്നായി സൂക്ഷിക്കുക. മഴവെള്ളത്തിൽ ഏറെ സമയം നടക്കരുത്. നനഞ്ഞ കാലുകളിൽ ഫംഗൽ ഇൻഫെക്ഷൻ, സ്കിൻ സോഫ്റ്റനിങ്, വുണ്ട് ഇൻഫെക്ഷൻ, മാസറേഷൻ എന്നിവ വേഗം വരാം. വീട്ടിലെത്തിയ ഉടൻ കാലുകൾ വൃത്തിയായി കഴുകി നന്നായി ഉണക്കണം. പോയിന്റ് 2. വിരലുകളുടെ ഇടയിൽ നന്നായി ഉണക്കണം. വിരലുകളുടെ ഇടയിൽ ഈർപ്പം നിൽക്കുന്നത് ഫംഗസ് വളരാൻ സഹായിക്കും. ഒരു സോഫ്റ്റ് ടവൽ ഉപയോഗിച്ച് വിരലുകളുടെ ഇടയിൽ നന്നായി ഉണക്കുക. പോയിന്റ് 3. നനഞ്ഞ ചെരുപ്പ് വീണ്ടും ഉപയോഗിക്കരുത്. നനഞ്ഞ ഷൂസ് അല്ലെങ്കിൽ സോക്സ് വീണ്ടും ധരിക്കരുത്. അതുകൊണ്ട് സ്കിൻ ബ്രേക്ക് ഡൗൺ, ഫംഗൽ ഇൻഫെക്ഷൻ, ബാഡ് സ്മെൽ, അൾസർ എന്നിവ വരാം. മഴക്കാലത്ത് എക്സ്ട്രാ സോക്സ് കയ്യിൽ കരുതുന്നത് നല്ലതാണ്. പോയിന്റ് 4. വീട്ടിനുള്ളിലും പുറത്തും ബെയർ ഫുട്ടായിട്ട് നടക്കരുത്. ന്യൂറോപ്പതി ഉള്ളവർക്ക് ചെറിയ മുള്ളോ കല്ലോ കുത്തിയാലും അറിയാതിരിക്കും. പോയിന്റ് 5. ദിവസവും കാലുകൾ പരിശോധിക്കുക. ചുവപ്പ്, പൊള്ളൽ, മുറിവ്, സ്കിൻ പീലിംഗ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ദിവസവും നോക്കണം. കാലുകളുടെ അടിവശം കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ഫാമിലി മെമ്പറിൻ്റെ സഹായം തേടൂ. പോയിന്റ് 6. ശരിയായ ഫുട്വെയർ ഉപയോഗിക്കുക. സ്ലിപ്പറി സ്ലിപ്പേഴ്സ് ഒഴിവാക്കുക. നനഞ്ഞ റബ്ബർ ഫുട്വെയർ ചിലപ്പോൾ ഫ്രിക്ഷൻ ഉണ്ടാക്കാം. പോയിന്റ് 7. ചെറിയ മുറിവും അവഗണിക്കരുത്. ഇത് ചെറിയ മുറിവല്ലേ എന്ന് കരുതി കാത്തിരിക്കരുത്. ഡയബറ്റീസ് ഉള്ളവരിൽ ചെറിയ മുറിവ് പോലും വേഗം ഇൻഫെക്ഷനാകാം. വേദന ഇല്ലെങ്കിലും അപകടമില്ല എന്നല്ല അർത്ഥം. മഴക്കാലത്ത് ചെറിയ ശ്രദ്ധ വലിയ അപകടങ്ങളിൽ നിന്നും കാലുകളെ രക്ഷിക്കും. ഓർക്കൂ, പ്രമേഹത്തിൽ കാലുകൾ സംരക്ഷിക്കുന്നത് ജീവിതം സംരക്ഷിക്കുന്ന തുല്യമാണ്.